Good morning. So the first chapter I'm going to discuss is the chemical kinetics. So the chemical kinetics നെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് വരിക. അതിന്റെ ഫസ്റ്റ് വെരി പാർട്ട് is introduction, rate of the reaction and the rate law. This is one of the most easiest part. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ CUETക്ക് MCQs ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ചാപ്റ്ററിന്റെ പാർട്ടാണ് കെമിക്കൽ കൈനറ്റിക്സിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. So what is chemical kinetics? Chemical kinetics എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ദ റിയാക്ഷൻ റേറ്റ്സ് ആൻഡ് ദർ മെക്കാനിസംസ്. അത് നമ്മളൊരു കെമിസ്ട്രിയിലെ ഒരു റേറ്റ്സ് മെക്കാനിസംസ് അത് എത്ര സ്പീഡിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത് മുതലായവയാണ് നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളത് വെച്ച് പഠിക്കുക. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, ഡെഫിനിഷൻസും ഒന്നും ചോദിക്കില്ല, കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, പഠിച്ചിട്ട് പോവുക. അതിൽ അപ്പൊ തന്നെ നമുക്ക് MCQs കാണുമ്പോൾ മനസ്സിലാവും. The speed or the rate of the chemical reaction can be defined as the change in the concentration of the reactants or products in the unit time. അവർ പറയുന്ന പെർട്ടിക്കുലർ യൂണിറ്റ് ടൈമിലെ ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ റേറ്റ് അതാണ് നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. Average rate of the reaction is the appearance of the product or disappearance of the reactants over a period of time interval. ഇതിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെയും ഡെഫിനിഷൻ ആദ്യം ഇത്രയും തന്നെയാണ്, അപ്പിയറൻസ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിസപ്പിയറൻസ് ഓഫ് ദ റിയാക്ടൻസ്. പക്ഷെ അറ്റ് എ പെർട്ടിക്കുലർ മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷന് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവാണ്, ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുക. അപ്പൊ ഒരിടത്ത് കുറയുന്നു, മറ്റേടത്ത് കൂടുന്നു. അപ്പൊ നോക്കിക്കേ, ഈ റിയാക്ടന്റ് എത്ര കുറയുന്നോ അത്രയും തന്നെയല്ലേ ഈ പ്രോഡക്റ്റിൽ കൂടുക. ഇവിടെ കുറയാത്തത് ഇവിടെ കൂടുകയില്ല, ഇവിടെ കുറയുന്ന അത്രയും തന്നെ ഇവിടെ കൂടുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കില്ലേ? റിയാക്ടന്റ് എത്ര കുറയുന്നു അത്രയും തന്നെ പ്രോഡക്റ്റിൽ കൂടത്തുള്ളൂ. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ അപ്പിയറൻസ് ഓഫ് ദ പ്രോഡക്റ്റ് എത്ര കൂടി അല്ലെ അവിടെ എത്ര അപ്പിയർ ചെയ്തു എന്നതിനെ ആക്കാം, അല്ലെങ്കിൽ ഡിസപ്പിയറൻസ് ഓഫ് ദ റിയാക്ടൻസ് അവിടെ എത്ര കുറഞ്ഞു എന്നതും എടുക്കാം. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളതിൽ ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ. അപ്പം ഒരു പക്ഷെ MCQ ക്വസ്റ്റ്യൻസിൽ ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവാം. അപ്പം അയ്യോ റിയാക്ടന്റ് ഇല്ലല്ലോ പ്രോഡക്റ്റ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. അപ്പൊ പീരീഡ് ഓഫ് ടൈം ഇന്റർവെൽ അതൊരു ടൈം ഇന്റർവെൽ ആണ്. നമ്മൾ അത്രയും ഇപ്പൊ 1 സെക്കൻഡ് തൊട്ട് 10 സെക്കൻഡ് വരെ എന്നൊക്കെ പറയുന്നതിനാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. 10ാമത്തെ സെക്കൻഡിൽ എന്ത് സംഭവിച്ചു അല്ലെ 12ാമത്തെ സെക്കൻഡിൽ എന്ത് സംഭവിച്ചു എന്നൊരു പെർട്ടിക്കുലർ ടൈം എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ളതിലാണ് ഇൻസ്റ്റന്റ്. കണ്ടോ, ഇൻസ്റ്റന്റ് ആ പെർട്ടിക്കുലർ ടൈമിലാണ്. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇനി ഈ ഒരു പാരഗ്രാഫ് ഇത് MCQന് വരാൻ നല്ല സാധ്യതയുള്ള ഒരെണ്ണമാണ്. നോക്കിക്കേ, റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ അപ്പോൺ ദ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് ലൈക്ക് കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓർ മോർ റിയാക്ടൻസ്, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ് ആൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ റിയാക്ടൻസ്. പ്രഷർ ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്, സോളിഡും ലിക്വിഡും ചെയ്യുമ്പോൾ അവിടെ പ്രഷർ ഒരിക്കലും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ ഗ്യാസസ് കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവിടെ മൊത്തം നമുക്ക് 4 കാര്യങ്ങളുള്ള കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്, എത്ര റിയാക്ടൻസ് നമ്മൾ എടുത്തു, അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, ഏത് ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടന്നത്, അതിൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, സർഫസ് ഏരിയ, എത്ര സർഫസ് ഏരിയയിലാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നത്. അപ്പൊ 4 ഓപ്ഷൻ ഉള്ളത്, കോൺസെൻട്രേഷൻ, 2 ടെമ്പറേച്ചർ, 3 കാറ്റലിസ്റ്റ്, 4 സർഫസ് ഏരിയ. അപ്പൊ ഈ 4 ഓപ്ഷൻ ആയിട്ട് ചോദിച്ചൂടെ? ഇതിലപ്പോ ഏതെങ്കിലും ഒരെണ്ണം മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ ഒരെണ്ണം മാത്രമായിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ NCERTയിലെ ഒരു ലൈനാണിത്. ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ. ഏറ്റവും കൂടുതൽ MCQന് NCERT തന്നെയാണ് നമ്മൾ ബൈബിൾ എന്ന് പറയാം. കാരണം NCERTയിലെ സെയിം ലൈന്, അതിലെ സെയിം ക്വസ്റ്റ്യൻസ്, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയായിരിക്കും പ്രോബബിളി CUETക്കും ചോദിക്കാൻ സാധ്യതയുള്ള. അതുകൊണ്ട് വേറെ ബുക്സ് റെഫർ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ NCERT തേറോ വെക്കുക, അതിൽ ഓരോ ലൈൻ പഠിച്ചിട്ട് പോവുക. ഇത് തന്നെ ഒരു ലൈനാണ് ഇതിൽ കറക്റ്റ് 4 ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇതിൽ ഒരെണ്ണം മാറ്റിയോ തിരിച്ചോ മറിച്ചോ ചോദിച്ചാൽ അവർക്കൊരു ക്വസ്റ്റ്യൻ ആയി. ഇനി ഈ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓൾറെഡി പറഞ്ഞു, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആവാം, ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ആവും. ഇത് രണ്ട് ഈക്വൽ ആണെന്നൊരു സംശയമില്ലല്ലോ. ഇനി നമ്മൾ ആവറേജ് റേറ്റ് ആണ് ആദ്യം നോക്കുന്നത്. ആവറേജ് റേറ്റിന്റെ ഫോർമുല നമ്മൾ നോക്കുമ്പോൾ ഡെൽറ്റ ടി, ഡെൽറ്റ ആർ, ഡെൽറ്റ പി, ഡെൽറ്റ, ഈ ഡെൽറ്റ എവിടെ കണ്ടാലും അതെന്താണ്, ആവറേജ് റേറ്റ് ആണെന്ന് ഓർക്കണം. 1 mole of the reactant R produces 1 mole of the product. നമ്മൾ എപ്പോഴും മോളാർ കോൺസെൻട്രേഷൻ ആയിട്ടാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷനെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടോ, സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പം R1 അല്ലെങ്കിൽ നമ്മളിത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ R, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ P അറ്റ് എ ടൈം T1 എന്നൊരു സമയത്തിലുള്ള കോൺസെൻട്രേഷൻ ആണ് R1.
P1. T2 എന്താണ് R2 P2. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1, ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1. ഇത്രയാണ് നമുക്ക് മനസ്സിലായല്ലോ. അതായത് രണ്ട് ടൈം ഇന്റർവെല്ലിലെ വ്യത്യാസങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. Square brackets in the above expression are used to express the molar concentration. Molar concentration എടുത്ത് പഠിച്ചു വെക്കുക, molar concentration. ഇനി റേറ്റ് ഓഫ് ദ ഡിസപ്പിയറൻസ് ഓഫ് ആർ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഡിക്രീസ് ആർ എത്ര കുറയുന്നു എന്നതാണ് നമ്മളിവിടെ നോക്കുക. ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ആർ ബൈ ടൈം ടേക്കൺ. അപ്പൊ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇപ്പുറത്തെ ഒരു മൈനസ് സൈൻ കണ്ടോ? നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? കുറയുക, കുറഞ്ഞു. അതാണ് ഈ മൈനസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മോളാർ കോൺസെൻട്രേഷൻ, മൈനസ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ആർ ബൈ ടൈം ടേക്കൺ. അപ്പൊ അടുത്ത സ്ലൈഡിന് മുന്നേ നിങ്ങൾ പറഞ്ഞേ കോൺസെൻട്രേഷൻ ഓഫ് ദ പി, അതായത് പ്രോഡക്റ്റിന് എങ്ങനെ വരും? ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പി ബൈ ടൈം ടേക്കൺ. അവിടെ എന്താ വരിക? ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പി ബൈ ഡെൽറ്റ ടി. അവിടെ മൈനസ് ഉണ്ടാവോ? ഇല്ല. പകരം അവിടെ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. കാരണം അവിടെ കൂടുക ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണല്ലോ ഡെൽറ്റ ആർ. നമ്മൾ നേരത്തെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ പ്ലസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? -1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന് എന്ത് കിട്ടും? പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടും. പക്ഷെ അത് പൊതുവെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ക്വസ്റ്റ്യൻസിലൊക്കെ മൈനസ് ആയിട്ട് തന്നെ ആയിരിക്കും വരിക. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ ഈ 3-1 അതായത് ഡിക്രീസും ഇൻക്രീസും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കിട്ടില്ലേ? നോക്കിക്കേ, ഡെൽറ്റ മൈനസ് ഡെൽറ്റ ആർ ബൈ ടി, അതിനൊപ്പം തന്നെ പ്രോഡക്ട്സ്, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ആയിരിക്കും ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻസ്. ഈ ഫോർമുല മനസ്സിലായല്ലോ? ഇനി യൂണിറ്റ്സ് ഓഫ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അതിന് മുന്നേ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താ പറഞ്ഞേ? ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. ഇപ്പൊ ഗ്രാഫ് നോക്ക്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ടി ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ്. 600 സെക്കൻഡിലാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എത്രയാണ് നിങ്ങളുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ വരുന്നതാണ് ഡി ടി. ഇത്ര നേരം ഡെൽറ്റ ആയിരുന്നു, ഇപ്പൊ അതെന്തായി? ഡി ടി ആയി. ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി. അപ്പൊ ഡെൽറ്റ വന്നാൽ ആവറേജും ഡി ടി വന്നാൽ ഇൻസ്റ്റന്റും. ഓർത്ത് വെക്കുക. ഇതിൽ എന്താണ് ചോദിക്കുക? ഡെൽറ്റ വന്ന ആവറേജും ഡി ടി വന്ന ഇൻസ്റ്റന്റേനിയസും. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ടൈമാണ്. ഡെൽറ്റ ടി അപ്രോച്ചസ് സീറോ. സീറോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ സീറോ ആണോ? അല്ല. അപ്പൊ അത്രയും കുഞ്ഞൊരു ടൈമാണ്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയാം. കണ്ടോ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും ആർ ഇൻസ്റ്റന്റേനിയസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അവിടെയും എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. കാരണം റിയാക്ടന്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, പ്രോഡക്റ്റ് കൂടി കൂടി വരികയാണ്. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റേനിയസും ആവറേജും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ യൂണിറ്റ്സ് പഠിക്കുകയാണ്. ഏറ്റവും കൂടുതൽ MCQs ചോദിക്കാൻ എളുപ്പമുള്ളതും കുട്ടികൾ തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് യൂണിറ്റ്സ് ഓഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ മണ്ടത്തരവും. ഇവിടെ കാണാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ നോക്കിയേ. നമ്മൾ റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ടൈം ടേക്കൺ എടുക്കുകയാണ്. കോൺസെൻട്രേഷൻ ബൈ ടൈം ആണല്ലോ ഇവിടുത്തെ ഡിവിഷൻ വരിക. അപ്പം അതിന്റെ തന്നെ ഡിവിഷന്റെ യൂണിറ്റ്സ് എന്തായിരിക്കും? കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്? മോൾസ് പെർ ലിറ്റർ ആണല്ലോ. ഇത് കാണാതെ പഠിച്ചുകൊണ്ട് പോണ്ടല്ലോ. അറിയാലോ ഒരു ലിറ്ററിൽ എത്ര മോൾസ് ഉണ്ട്? മോൾസ് പെർ ലിറ്റർ. ഒരു ലിറ്ററിൽ എത്ര മോൾസ് ഉണ്ട്? അതാണ് കോൺസെൻട്രേഷൻ വരിക. ടൈം എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ മുകളിൽ എന്ത് വരും? മോൾസ് പെർ ലിറ്റർ. താഴെ എന്ത് വരും? സെക്കൻഡ് വരും. കിട്ടി. ഇത്രയുള്ള യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ ബൈ സെക്കൻഡ്. ഇനി നമ്മൾ ഇതിന് ഒറ്റ ലൈനിൽ എന്ത് എഴുതും? മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ലിറ്ററിൽ ഉണ്ടായ മോൾസിന്റെ ഡിഫറൻസ്. അതാണല്ലോ റേറ്റ് ഓഫ് ദ റിയാക്ഷന്റെ യൂണിറ്റ് ആയിട്ട് വരിക. നോക്കിക്കേ, കോൺസെൻട്രേഷൻ ബൈ ടൈം ആണെന്ന് ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്കറിയാം. ഇനി കോൺസെൻട്രേഷൻ എന്താണ്? മോൾസ് പെർ ലിറ്റർ ആണ്. ഇത് എന്താണ്? L⁻⁻⁻⁻. ടൈമിനെ നമ്മൾ (2⁻⁻⁻) ആയിട്ട് എഴുതും. അപ്പൊ ഇത് കൂട്ടി എഴുതുമ്പോൾ മോൾ L⁻⁻⁻ S⁻⁻⁻. ഇപ്പൊ MCQ ആയതുകൊണ്ട് തന്നെ എങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും വരാന്ന് അറിയില്ല. ഒരു പക്ഷേ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ചിലപ്പോൾ മോൾ L⁻⁻⁻, S⁻⁻⁻ എന്ന് വരും. ചിലപ്പോൾ മോൾ മുകളിലും ലിറ്ററും സെക്കൻഡ്സും താഴെ വന്നെന്ന് വരും. അപ്പൊ എന്തായാലും ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകാതെ എങ്ങനെ അത് വന്നു എന്ന് വേണം നമ്മൾ പഠിക്കാൻ. നമ്മൾ MCQs ക്രാക്ക് ചെയ്യുമ്പോൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയല്ല ഓപ്ഷൻ എങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അത് പഠിച്ചപ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞു. ഗ്യാസ് ആണെങ്കിൽ പ്രഷർ ആയിരിക്കും അല്ലെ? ഗ്യാസിലാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷനും മോൾസ് ലിറ്ററും ഒന്നും അല്ല, അവിടെ പ്രഷറിനെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യാന്ന് പഠിച്ചു. അപ്പൊ പ്രഷർ ആണെങ്കിൽ എന്താണ് അതിന്റെ എസ് യൂണിറ്റ് വരിക? ആറ്റം അല്ലെ? നമ്മള്
നമ്മൾ അറ്റ്മോസ്ഫിയർ എടുക്കും. അപ്പൊ അറ്റ്മോസ്ഫിയർ പെർ സെക്കൻഡ് എന്ന് എഴുതണം. അതായത് മോൾസ് പെർ ലിറ്ററിന് പകരം അറ്റ്മോസ്ഫിയർ പെർ സെക്കൻഡ്. എവിടെ? പ്രഷറിന്റെ കേസിൽ മാത്രം. ഇൻ കേസസ് റിയാക്ഷൻ concentration of the gases is expressed in terms of their partial pressures, then the unit of the rate reaction will be atmosphere second raised to -1 അല്ലെ atmosphere per second. The units of the rate of the reaction തെറ്റിക്കരുത്. ഇത് കാണാതെ പഠിക്കുകയും ചെയ്യരുത്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഇത്. അടുത്ത നമ്മൾ NCERT-ലെ തന്നെ ഒരു പെർട്ടിക്കുലർ എന്താണ് എക്സാമ്പിൾ ആണിത്. ഞാൻ പറഞ്ഞ പോലെ സെയിം ഇതേ ഇക്വേഷൻസ് ഇതേ ഫോർമുലാസും തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു എന്ന് വരും. കാരണം NCERT ഈസ് ദ ബൈബിൾ. അതിൽ നിന്നാണ് മിക്ക ക്വസ്റ്റ്യൻസും വരിക. ഇനി നമ്മൾ ഫസ്റ്റ് ഒരു റിയാക്ഷൻ നോക്കുകയാണ്. നോക്കിയേ, മെർക്കുറി ക്ലോറിനും ചേർന്നുണ്ടായ ഒരു കോമ്പൗണ്ടിന്റെ ഒരു റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്? ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ എന്തെങ്കിലും നമ്പർ കാണുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഇതിലെല്ലാം 1 1 1 ആണ്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതുമ്പോൾ റിയാക്ടൻസ് മൈനസ് ഇടുക. ഒരിക്കലും മറന്നു പോകരുത്, കുറയുന്നുണ്ട്, മൈനസ് ഇടുക. പ്രോഡക്റ്റിൽ എന്ത് വേണ്ട? മൈനസും വേണ്ട, പ്ലസും വേണ്ട. പ്ലസ് നമ്മൾ എടുത്ത് കാണിക്കുന്നില്ലല്ലോ അത് പോസിറ്റീവ് ആണെന്ന്. പക്ഷെ നെഗറ്റീവ് എടുത്ത് കാണിക്കേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ രണ്ടും നെഗറ്റീവ് ഇടുക. ഇത് ഒരിക്കലും മറക്കരുത്. ഓപ്ഷൻസിൽ നെഗറ്റീവ് ഉള്ളതും നെഗറ്റീവ് ഇല്ലാത്തതും ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇതിന് രണ്ടിനും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് പഠിച്ച പോലെ എഴുതാം. കണ്ടോ, ഇവിടെ റേറ്റ് ഓഫ് ദ ഡിസപ്പിയറൻസ് ഓഫ് എനി ഓഫ് ദ റിയാക്ടൻ ഇസ് സെയിം ആസ് റേറ്റ് ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇവിടെ എത്ര കുറയുന്നോ അത്ര തന്നെ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്പറുകളുടെ വ്യത്യാസമൊന്നും ഇല്ല. അതേസമയം നമ്മൾ ഈ ഹൈഡ്രജനും അയഡിന്റെ എടുക്കുക. ഇതേ നോക്കൂ, H2 and I2. 2 moles of HI decompose to produce 1 mole each of H2 and I2. ഇവിടെ ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലെ, ആ ഒരു ഫോമിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ട്. എന്താണത്? 2. അപ്പം ഇത് നമ്മൾ 2 ഇല്ലാതെ എഴുതിയ ഒരു മോൾ ഇത് ഡീകമ്പോസ് ചെയ്യുന്നതും 2 മോൾ ഡീകമ്പോസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ലേ? ഉണ്ട്. നോട്ട് ഈക്വൽ ടു 1 ആണ്. ഇവരുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 അല്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെ ഈക്വൽ ആക്കാൻ പറ്റിയ ഒരു മാർഗം എന്താ? ഇതിനെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക. അത്ര മതിയല്ലോ, എളുപ്പമായില്ലേ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതണം. -1/2 ഡെൽറ്റ HI/ഡെൽറ്റ T. കണ്ടോ, ബാക്കി അതുപോലെ എഴുതിയാൽ മതി. ഡെൽറ്റ H2/ഡെൽറ്റ T, ഡെൽറ്റ I2/ഡെൽറ്റ T. അപ്പം ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതാൻ. അതും അതിന്റെ തന്നെ ഡിവൈഡ് ചെയ്യണം. ഓപ്ഷനിൽ ചിലപ്പോൾ ഈ H2/2 I2/2 ഒക്കെ ഉണ്ടാവും. അതൊന്നും എഴുതി വെക്കരുത്. എന്തിന്റെ കൂടെയാണോ നമ്പർ ഉള്ളത് അതിന്റെ കൂടെ തന്നെ ഡിവൈഡ് ചെയ്ത് മൈനസ് ഇട്ട് എഴുതുക. എവിടെ? റിയാക്ടൻസ് ആണെങ്കിൽ. പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക. പ്ലസ് മൈനസ് ഒന്നും ഇടണ്ട, ഒന്നും ഉണ്ടാവില്ല ഇക്വേഷനിൽ, ഓപ്ഷൻസിൽ. ഇനി ഉണ്ടെങ്കിലും പ്ലസ് ആയിരിക്കും, അത് നോക്കി എഴുതുക. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. ഇതിനെല്ലാവർക്കും ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം റിയാക്ടൻസ് നോക്കണം. ഇത്രേ റിയാക്ടൻസ് അല്ലേ? BRന്റെ കൂടെ 5 ഉണ്ട്. അപ്പൊ നമ്മൾ -1/5 ഡെൽറ്റ BR -/ഡെൽറ്റ T. അടുത്തതിന്റെ കൂടെ നമ്പർ ഇല്ല, അപ്പൊ വീണ്ടും മൈനസ് ഡെൽറ്റ BrO3/ഡെൽറ്റ T. അടുത്തത് ഇവിടെ 6 ഉണ്ട്, നമ്മൾ 6 എഴുതി. 3 ഉണ്ട്, 3 എഴുതി. അപ്പം ഈ ആരോന് ശേഷമുള്ളത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ മൈനസ് ഇടുന്നില്ല. ഇവിടെ നമ്മൾ 3 ആക്കി എഴുതി, ഇവിടെയും 3 താഴെ എഴുതി. ഇങ്ങനെയാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതുക. കണ്ടല്ലോ, ഇത് മിക്കവാറും എക്സാമിന് ഇത്രത്തിൽ നിന്ന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി റേറ്റ് ലോ. റേറ്റ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പഠിച്ച സാധനത്തിന്റെ കുറച്ചും കൂടെ ഒരു ചേഞ്ച് ഉള്ള ഒരു സംഭവമാണ്. നോക്കൂ, നമ്മളൊരു ജനറൽ റിയാക്ഷൻ എടുക്കുകയാണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് പഠിച്ചു. നമുക്കറിയില്ല ഒരു റിയാക്ഷന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്, 1 ആണോ 2 ആണോ 3 ആണോ. അപ്പൊ നമ്മളിപ്പോ പഠിക്കുമ്പോൾ 1 ഇട്ട് പഠിക്കൂ, 2 ഇട്ട് പഠിക്കൂ, 3 ഇട്ട് പഠിക്കൂ എന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ ABCD എന്ന് ഒരു നമ്പർ ആക്കുക. ഈ എയിലെ നിങ്ങൾക്ക് വേണം 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, എന്തും ചെയ്യാം. So considering a general reaction where AA plus BB gives CC plus DD. ഇതിലെ റിയാക്ടൻസ് എന്തൊക്കെയാണ്? ഈ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ്. പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ഈ ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ ഡിയും ആണ് ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരിക. ഈ കുഞ്ഞ് എയും ബിയും കുഞ്ഞ് സിയും ഡിയും ഇതിൽ എന്താണ്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ്. ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നും കേട്ട് ഞെട്ടണ്ട. അതിന് തൊട്ട് മുന്നേ എന്ത് നമ്പർ ആണോ അത്രേ ഉള്ളൂ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് will be directly proportional to molar concentration of A raised to X, molar concentration of the B raised to Y. ഇതിൽ എക്സും വൈ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഈ ഇക്വേഷനിൽ ഇല്ല. എക്സും വൈയും ഉണ്ടോ? ഇല്ല. ഈ എക്സും വൈയും എക്കും ബിക്കും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അത് ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഈ എക്സും വൈ ഇവർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്?
ഇത് എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചിട്ട് മോളാർ കോൺസെൻട്രേഷൻ എത്ര വെച്ച് ഡിഫർ ചെയ്യും, റേറ്റ് എത്ര വെച്ചാണ് ഡിഫർ ചെയ്യുന്നത് കണ്ടുപിടിച്ച് വെക്കുന്ന ഒരു സാധനമാണ് എക്സും വൈയും. നമുക്കിത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് എക്സ്പെരിമെന്റ്സ് ചെയ്ത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഈ എക്സും വൈയും നമ്മൾ പറയുന്നത്. അപ്പം ഈ റേറ്റ് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പം ചില കേസിൽ എന്തായിരിക്കും, ഈ എയും ബിയും തന്നെയായിരിക്കും എക്സും വൈയും ആയിട്ട് വരിക, ചിലപ്പോൾ അതല്ല എന്ന് ഇരിക്കും. അപ്പം ഈ റേറ്റ് എഴുതുമ്പോൾ റേറ്റ് ഇക്വേഷൻ നമ്മൾ എപ്പോഴും ഡയറക്ട്ലി പ്രപ്പോർഷണൽ എഴുതി കഴിയുമ്പോൾ അതിന് നമ്മൾ അതിനെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ മാറ്റിയിട്ട് ഈക്വൽ ആക്കാൻ നമ്മൾ എന്ത് എഴുതും, ഒരു കോൺസ്റ്റന്റ് എഴുതും. അതാണ് ഈ കെ. കണ്ടോ, ഇതെന്താണ്, റേറ്റ് കോൺസ്റ്റന്റ്. ഇതിന് ഈക്വൽ ടു ആക്കി നമ്മൾ എഴുതിയ ഒരു സംഭവമാണ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ റേറ്റ് എഴുതിയിട്ട് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ഇടുന്നു. ഈ റേറ്റ് എന്താണ്, മൈനസ് ഡെൽറ്റ. ഡെൽറ്റ നമ്മൾ ഇവിടെ ഡി ബൈ ഡി ടി ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അവിടെ റിയാക്ടൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചാണ്, മൈനസ് ഉണ്ട്. ഡി ആർ ബൈ ഡി ടി എഴുതി, ഈ ആർ എച്ച് എസ് അതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കെ എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അഥവാ നമ്മൾ അതിന് വിട്ടൊരു പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. പിന്നെ തൊട്ട് മുന്നുള്ള ഡെഫിനിഷൻ അതാണ്, rate law is the expression in which the reaction rate is given in terms of molar concentration. ഇത് ഫസ്റ്റ് സ്ലൈഡിലെ നമ്മൾ പഠിച്ചു, molar concentration of the reactants with each term raised to some power. ഏതോ ഒരു പവർ ആണ് എക്സും വൈയും. ഈ എക്സും വൈയും എ ആയിരിക്കാം, ബി ആയിരിക്കാം, അല്ലെങ്കിൽ അത് ആവാതിരിക്കാം. അതാണ് ഇവർ പറയുന്നത്, മേ or may not be same as the stoichiometric coefficient of the reacting species. എന്താണ് reacting species? അതിലെ reactants. In a balanced chemical equation, ഒരു ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ ഉള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിലെ സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് വിച്ച് കനോട്ട് ബി ഡിസൈഡഡ് ഫ്രം ഇറ്റ് തിയററ്റിക്കലി, എക്സ്പെരിമെന്റലി തന്നെ എന്ത് ചെയ്തെടുക്കണം, അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാകും. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് എക്സ്പ്രഷൻ. റേറ്റ് ലോന്റെ മറ്റൊരു പേരാണ് റേറ്റ് ഇക്വേഷൻ, വേറൊരു പേരാണ് റേറ്റ് എക്സ്പ്രഷൻ. ക്വസ്റ്റനിൽ റേറ്റ് ലോ ഇല്ല, പകരം റേറ്റ് ഇക്വേഷൻ, പകരം റേറ്റ് എക്സ്പ്രഷൻ ആണ്. അയ്യോ ഇത് എന്താണെന്ന് ചിന്തിക്കേണ്ട, റേറ്റ് ലോയുടെ തന്നെ വേറെ രണ്ട് പേരാണിത്. ഇതുകൊണ്ടാണ് ഇത് എടുത്തെഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ റേറ്റ് ലോയ്ക്ക് പകരം ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിലും എഴുതേണ്ടത് ഒരേ ഉത്തരമാണ്. അപ്പം ഇത് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, റേറ്റ് ലോ ഇസ് ദ എക്സ്പ്രഷൻ ഇൻ വിച്ച് ദ റേറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്. അതിന്റെ ഇക്വേഷൻ എന്താണ്, ഒരു എക്സ്പ്രഷൻ ആണിത്. 2NO plus O2 gives 2NO2. ഇതിന്റെ റേറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ ഇതിന് ഈക്വൽ ടു എഴുതി നോക്കിക്കേ നിങ്ങൾ, മൈനസ് ഡി എഴുതി, മൈനസ് എഴുതിക്കേ ഡി ബൈ NO ബൈ ഡി ടി. ഇവിടെ എന്ത് എഴുതണം, 1/2 മൈനസ് 1/2 ഈസ് ഈക്വൽ ടു വീണ്ടും ഡി ഓഫ് O2 ബൈ ഡി ടി. അവിടെ മൈനസ് ഇടണം. സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് വേണോ, വേണ്ട, കാരണം ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്പർ ഇല്ല. അതേസമയം പ്രോഡക്റ്റ് എഴുതുമ്പോൾ 1/2 DNO2 ബൈ ഡി ടി എന്ന് എഴുതണം. ഇവിടെ എന്തുണ്ട്, 2 ഉണ്ട്. ഇങ്ങനെ വേണം എന്തെഴുതാൻ, റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ. നമ്മൾ 3 പേര് പഠിച്ചത്, 3ഉം പഠിച്ചു വെക്കുക, റേറ്റ് ലോ, റേറ്റ് ഇക്വേഷൻ ആൻഡ് റേറ്റ് എക്സ്പ്രഷൻ. ഇനി ഇതിൽ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ, ഓർഡർ ഇസ് ബേസിക്കലി നമ്മൾ ഇവിടെ ഒരു എക്സും വൈയും കണ്ടുപിടിച്ച് വെച്ചില്ലേ, നോക്കൂ, റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ, molar concentration of A raised to X, molar concentration of the B raised to Y. ഈ എക്സും വൈയുടെ പ്ലസ് ചെയ്യാണ്. എക്സ് 1 ആണ്, വൈയും 1 ആണ്. എക്സും വൈയും പ്ലസ് ചെയ്യുമ്പോൾ എന്തായി, 1 + 1 2. ഇത് 1, ഇത് 2, 1 + 2 എത്രയായി, 3. ഇത് 2, ഇത് 3, 2 + 3 എത്രയായി, 5. ഇതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയാം. ആ റിയാക്ഷന്റെ ഓർഡർ അത്രേ ഉള്ളൂ. ഇപ്പം A raised to 1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു A എന്ന് നമ്മൾ പറയും. ബിന് 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയും. ഇവിടെ 1, ഇവിടെ 1 ആണെങ്കിൽ മൊത്തത്തിൽ എന്തായി, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയി. 1 + 1 2 ആയി. എനെ സംബന്ധിച്ചിടത്തോളം അത് 1ലാണ്, ബിനും 1 ആണ്, പക്ഷെ ടോട്ടൽ അത് 2 ആയി. അത് 0 ആവാം, 1 ആവാം, 2 ആവാം, ഫ്രാക്ഷൻ ആവാം, ഇൻഡിജർ ആവാം, എന്തും ആവാം. ഇതാണ് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ നമ്മൾ പറയുന്നത്. The sum of the powers of the concentration of the reactants in the rate law expression is called the order of that chemical equation. It can be 0 or have fractional value. അത് 0 ആവാം, ഫ്രാക്ഷണൽ വാല്യൂ ആവാം. പിന്നെ ഈ എക്സും വൈക്കും എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇതാണ് ബേസിക്കലി നമ്മൾ ഓർഡർ ആക്കി പറയാം. ഇനി മോളിക്കുലാരിറ്റി, ഓർഡറിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേം ആണ് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് മോളിക്യൂൾസ്, മോളിക്യൂൾ. എന്നാൽ എത്ര മോളിക്യൂൾ കൂട്ടിയിടിക്കുന്നു, പഠിക്കാൻ വളരെ എളുപ്പത്തിൽ പഠിച്ചാൽ മതി, എത്ര മോളിക്യൂൾ കൂട്ടിയിടിക്കുന്നുണ്ട് എന്നുള്ളത്. നോക്കൂ, 2 മോളിക്യൂളിൽ നമുക്ക് കൂട്ടിയിടിക്കാം, 3 മോളിക്യൂളിന് കൂട്ടിയിടിക്കാം. 3 കൂടുതൽ മോളിക്യൂൾ എങ്ങനെ കൂട്ടിയിടിക്കാൻ പറ്റുക, 4 പേര് വന്ന് കൂട്ടിയിടിച്ചാൽ അതിനൊരു സ്ട്രെങ്ത് ഉണ്ടോ? നമ്മൾ 1, 2, 3 ഒക്കെ തുടങ്ങി നമുക്ക് മോളിക്യൂൾസിനെ കൂട്ടിയിടിക്കാം. അല്ലെങ്കിൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തന്നെ എത്ര സ്പീഷീസ് അവിടെ ഒരുമിച്ച് റിയാക്ട് ചെയ്യുന്നു ഉള്ളതാണ്.
നോക്കൂ, ദ നമ്പർ ഓഫ് ദ റിയാക്ടിങ് സ്പീഷീസ്, അത് ആറ്റം ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം, ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ. എലമെന്ററി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് റിയാക്ഷൻ, കോംപ്ലക്സ് ഒന്നും അല്ലാത്ത ഒറ്റ സിമ്പിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മൾ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ ചേഞ്ച്. അത് സൈമൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്യണം, അത് കൂട്ടിയിടിക്കണം, ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ ചേഞ്ച്. അതിനകത്തൊരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് മോളിക്യൂൾ എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കണം, ആൻഡ് കനോട്ട് ബി മോർ ദാൻ 3. അത് കോൺസെപ്റ്റിൽ വെച്ച് ചിന്തിച്ചു നോക്ക്. നമുക്ക് 3 പേര് വരെ ഇടിക്കാം, 3 സൈഡിൽ നിന്ന് 4 പേര് വന്ന് ഇടിച്ചാൽ അവിടെ ഒരു കൊളീഷൻ അല്ലെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ഇടി ആയിരിക്കത്തില്ല. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ തന്നെ പോകുമ്പോൾ 2 പേര് തമ്മിൽ കൂട്ടിയിടിച്ചു, ഓക്കെ അവിടെ ഒരു ഇതുണ്ട്. 3 പേര് തമ്മിൽ കൂട്ടിയിടിച്ചു, അപ്പോഴും ഉണ്ട്. 4 പേരൊക്കെ തമ്മിൽ കൂട്ടിയിടിച്ച് അവിടെ ഒരു സ്ട്രെങ്ത് ഉണ്ടോ? അത്രയും ദൂരം അത് തിരിച്ച് കൊളൈഡ് ചെയ്ത് പോകുമോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. പകുതി മോളിക്യൂൾ അവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ 0.12 മോളിക്യൂൾ അവിടെ നിന്ന് വന്നു, അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ബേസിക്കലി മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും എന്തായിരിക്കണം? എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കണം, 3ൽ കൂടാനും പാടില്ല. നോക്കൂ, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ കനോട്ട് ബി 0 ഓർ എ നോൺ ഇൻറ്റീജർ. ഇൻറ്റീജർ ആയിരിക്കണം. ഡെസിമലോ ഫ്രാക്ഷനോ ഒന്നും ആയിട്ട് മോളിക്യൂൾ എന്താവില്ല, മോളിക്കുലാരിറ്റിയിൽ നമ്മൾ എഴുതാൻ പറ്റില്ല. The number of the reacting species മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ ആണ്. The number of the reacting species taking part in an elementary reaction which must collide simultaneously in order to bring about a chemical reaction is called the molecularity of a reaction. ഞാൻ പറഞ്ഞ പോലെ ഡെഫിനിഷൻസ് ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് CVT-ക്ക് പോകേണ്ട ഒരു കാര്യമില്ല. 1-2 തവണ വായിക്കുക, കോൺസെപ്റ്റ് തലയിലാക്കുക. കാരണം ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതാണ് ഉത്തരം. ഇതിലെ പല ലൈന്, പല വരികൾ, പല വാക്കുകളൊക്കെ മാറ്റിയായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. ഇനി ഇതിൽ നമ്മൾ വേറൊരു സാധനം പഠിച്ചെന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് K. ഇതെന്താണ്? ഇസ് ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ വെൻ കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് റിയാക്ടന്റ് ഇസ് യൂണിറ്റി ആൻഡ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഓൾസോ നോൺ ആസ് സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ്. ഇത് നമ്മൾ ഒന്നെങ്കിൽ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഇതാണ് K. ഇത് വെച്ച് നമുക്ക് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ പറയാൻ പറ്റില്ല, ഇത് ഈക്വൽ ആണ്. അതാണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി നമ്മൾ പറയുന്നത്. ഇനി റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്, നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് K പറഞ്ഞല്ലോ, ഇതിന്റെ യൂണിറ്റ് നമ്മൾ ഈ ചാപ്റ്ററിലെ 2ാമത്തെ യൂണിറ്റ് ആണ് പറയുന്നത് K. ഈ ഒരു പാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോക്കൂ, ഫോർ എ ജനറൽ റിയാക്ഷൻ, ഈ ജനറൽ റിയാക്ഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ, A plus B, B C, C plus D, D. ഇതിലൊരു സംശയമില്ലല്ലോ. ഇതിന്റെ റേറ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? റേറ്റ് ഈസ് ഈക്വൽ ടു K, റേറ്റ് കോൺസ്റ്റന്റ് എഴുതി, where molar concentration of A raised to X, molar concentration of B raised to Y. ഇനി ഇതെന്തായിരിക്കും? ഒന്നെങ്കിൽ എക്കും ബിക്കും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി ഈ എക്സും വൈയും കൂടെ പ്ലസ് ചെയ്ത് എന്ത് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു? ഓർഡർ കിട്ടും എന്ന് പറഞ്ഞു. ആ റിയാക്ഷന്റെ ഓർഡർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ യൂണിറ്റ് എഴുതാൻ നേരത്ത് നമ്മള് കെയുടെ യൂണിറ്റ് അല്ലേ വേണ്ടത്? അപ്പൊ നമ്മൾ കെനെ LHS കൊണ്ടുപോയി ബാക്കി RHS കൊണ്ടുവരാം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അപ്പൊ കെനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? റേറ്റ് താഴെ മോളാർ കോൺസെൻട്രേഷൻസ് വരും. ഈ ഫോർമുല എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങളുടെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി നോക്കുക. A plus B gives CC plus DD. ഇതിൽ നിന്ന് നിങ്ങൾ റേറ്റ് ഇക്വേഷൻ എഴുതുന്നു. ഈ റേറ്റിന്റെ കെനെ നിങ്ങൾ ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി എല്ലാത്തിന്റെ മറ്റേ സൈഡിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് കെന്റെ എഴുതാൻ പോവാ. അപ്പൊ നിങ്ങൾ തന്നെ പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കിയേ. റേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു, എന്താ? കോൺസെൻട്രേഷൻ ബൈ ടൈം. കോൺസെൻട്രേഷൻ ബൈ ടൈം. ഇനി ഇതെന്താ? മോളാർ കോൺസെൻട്രേഷൻ. അവിടെയും മോളാർ കോൺസെൻട്രേഷൻ. പക്ഷേ റേസ് ടു n, ഈ n എന്താ? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. X1 B1 ആണെങ്കിൽ, B അല്ല Y1 ആണെങ്കിൽ 1 + 1 2, എന്നിന്റെ സ്ഥാനത്ത് എന്ത് വരും? 2 വരും. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇനി ഇത് 0 ഇത് 1 ആണെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് n ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട മാർഗം മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ റേറ്റിന്റെ എഴുതുന്നു, കോൺസെൻട്രേഷൻ ബൈ ടൈം ആയിട്ട് എഴുതുന്നു, അതിനുശേഷം താഴത്തെ കോൺസെൻട്രേഷൻ്റെ മാത്രം എഴുതുന്നു, പക്ഷെ റേസ് ടു n ഉണ്ട്, വേറെ n ഇസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. X plus Y gives n. ഇത് നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെ വരുന്നു. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സിന് വൈക്കും വാല്യൂ ഉണ്ടാകും. ഇനി ഇല്ലെങ്കിലും എന്ത് എഴുതി വെക്കുക? n എന്ന് പറഞ്ഞ് എഴുതണം. ഇനി നമ്മൾ 0 ഓർഡർ റിയാക്ഷൻ പഠിക്കാം. അതായത് ഇത് ടോട്ടലി 0 ആണെന്ന് ഇരിക്കട്ടെ. അതായത് നമുക്ക് എക്സിന്റെ അവിടെയും 0 ആണ്, വൈക്ക് 0 ആണ്. അപ്പൊ 0 + 0 ആഡ് ചെയ്താലും എന്ത് വരുള്ളൂ? 0 വരത്തുള്ളൂ. അപ്പൊ n എന്താവും? 0 ആവുമേ. അങ്ങനെയുള്ള സ്ഥാനത്ത് നോക്ക്, 0 ഓർഡർ റിയാക്ഷൻ, ടോട്ടൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 0. ഇവിടെ മൊത്തത്തിൽ എത്രയാ വരിക? 0 ആയിട്ടാ വരുന്നത്. ആദ്യം കോൺസെൻട്രേഷൻ ബൈ ടൈം, നമ്മൾ റേറ്റിലാണത് കോൺസെൻട്രേഷൻ ബൈ ടൈം ആയിട്ട് എടുക്കുന്നത്. എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു? മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്, മോൾസ് പെർ ലിറ്റർ പെർ
സെക്കൻഡ് ഇൻടു 1 by കോൺസെൻട്രേഷൻ. വീണ്ടും കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താണ്? മോൾസ് പെർ ലിറ്റർ റേസ് ടു 0. എന്ത് വന്നു? റേസ് ടു 0. റേസ് ടു 0 എന്ന് അത് കൂട്ടില്ല. കണ്ടോ, ഇത് വെട്ടിപ്പോയി. ഇത് മാത്രമാണ് ഇവിടെ ലാസ്റ്റ് ഫൈനൽ ആൻസർ വന്നിരിക്കുന്നത്. മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്താണ്? മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. കണ്ടല്ലോ, എന്തെങ്കിലും സംശയം ഉണ്ടോ? അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓർഡർ എന്താണ്? ടോട്ടൽ ഓർഡർ 1 ആയി. അപ്പം മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡിൽ ഈ ഒരു സൈഡ് എപ്പോഴും സെയിം ആണ്, കാരണം കോൺസെൻട്രേഷൻ ബൈ ടൈം റേറ്റ് ആണ്, അത് സെയിം ആണ്. ഇവിടെയാണ് 0, 1, 2, ഇനി തേർഡ് ഓർഡർ ആണെങ്കിൽ 3, ഫോർത്ത് ഓർഡർ ആണെങ്കിൽ 4 ഒക്കെ വരിക. ഇനി നമ്മൾ 1 by മോൾ റേസ് ടു -1 റേസ് ടു 1 എഴുതി. ഇത് വെട്ടിപ്പോവില്ലേ? നോക്കൂ, വെട്ടിപ്പോവും. ഇവിടെ ആര് മാത്രം ബാക്കി? സെക്കൻഡ്സ് മാത്രം ബാക്കി. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് യൂണിറ്റ് എന്താണ്? സെക്കൻഡ് റേസ് ടു -1. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എഴുതി. വേർ ഓർഡർ ഇസ് 2. ഇവിടെ നോക്കൂ, മോൾസ് റേസ് ടു മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ഇവിടെ വീണ്ടും നമ്മൾ മോൾ L റേസ് ടു -1 by 2 എഴുതി. കണ്ടോ, ഇവിടെ 2 എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിന്റെ ടോട്ടൽ എഴുതുമ്പോൾ മോൾ റേസ് ടു -1 ലിറ്റർ പെർ S റേസ് ടു -1. ഇതും മുകളിൽ പോകും, അതാണ് S റേസ് ടു -1 ആയിട്ട് വന്നത്. അപ്പൊ ഇതില് ഇപ്പൊ ആകെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഒക്കെ ആണ്. പക്ഷെ ഇതിൽ ഫോർത്ത് ഓർഡർ ചോദിക്കാം, ഫിഫ്ത് ഓർഡർ ചോദിക്കാം, 10ാമത്തെ ഓർഡർ ചോദിക്കാം, 20ാമത്തെ ഓർഡർ ചോദിക്കാം. ആകെ എന്ത് മാത്രം ചെയ്താൽ മതി? ഈ കോൺസെൻട്രേഷൻ റേസ് ടു 20, കോൺസെൻട്രേഷൻ റേസ് ടു 10, ഇവിടെ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് കാണാതെ പഠിച്ചു. 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ കാണാതെ പഠിച്ചുകൊണ്ട് പോയി. പക്ഷെ ദേ ആർ ആസ്കിംഗ് ദ ഓർഡർ ഓഫ് 4. അപ്പം നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും യൂണിറ്റ്സ് കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. അന്നേരം ചെന്ന് ഇതിന് എന്ത് ചെയ്യണം? എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പൊ എളുപ്പമല്ലേ? റേറ്റ് കോൺസെൻട്രേഷൻ ബൈ ടൈം, ഇത് കോൺസെൻട്രേഷൻ റേസ് ടു n, വേർ n ഇസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. മനസ്സിലായി? x പ്ലസ് y എന്തായി? n ആയി. ആ n ആണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. S റേസ് ടു -1 തന്നു, എന്നിട്ട് ചോദിക്കുക നിങ്ങളോട് ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്, നമ്മളോട് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് അറിയണം ഈ ഓർഡർ ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ S റേസ് ടു -1 ആണെന്നും, സീറോ ഓർഡർ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണെന്നും, സെക്കൻഡ് ഓർഡറിൽ നോക്ക് മോൾ ഇൻവേഴ്സ് അത് താഴെയാ. കണ്ടോ, ലിറ്റർ മാത്രമാണ് -1 ഇല്ലാത്തത്, ലിറ്റർ മുകളിലും പെർ മോൾ പെർ സെക്കൻഡ് ആണ്. ലിറ്റർ പെർ മോൾ പെർ സെക്കൻഡ് ആണ് ഇത് ആക്ച്വലി ഉള്ളത്, നമ്മൾ വായിക്കുക. അപ്പൊ ഇവിടെ ഇത് രണ്ട് കാണുമ്പോൾ 3 തന്നെ ഉള്ളത്. പക്ഷെ ഇവിടെ മോളിൽ -1 ഇല്ല. ഇത് മോൾ റേസ് ടു L റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 ആ. ഇവിടെ മോൾസിലാണ് -1 ഉള്ളത്, ലിറ്ററിലില്ല. എസിൽ എന്തുണ്ട്? -1 ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് എന്തായാലും പഠിച്ചോണ്ട് പോകാം, കാരണം ഇത് യൂണിറ്റ് ചോദിക്കും. a reaction having a unit of the rate constant S raised to -1 എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഉത്തരം അത് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുക, കാരണം അവർ ആ ഒരു ലൈനിൽ നിന്നും തരുന്ന ഉത്തരമാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഇത് എന്ന് പറയാതെ പറയുകയാണ്. അതുകൊണ്ട് ഈ യൂണിറ്റ്സ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബോർഡ് എക്സാമിനായാലും ഈ പറയുന്ന പോലെ CUET എക്സാമിനാണെങ്കിലും. ഇനി മോളിക്കുലാരിറ്റി, മോഡലും തമ്മിലുള്ള ഡിഫറൻസ് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയിരിക്കുക, ചേർത്ത് എഴുതിയിരിക്കുക. മോളിക്കുലാരിറ്റി എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് മോളിക്യൂൾ. എത്ര മോളിക്യൂൾ കൂട്ടിയിടിക്കുന്നു, അതാണ്. സിംപ്ലി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടന്റ് ടേംസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ എലിമെന്ററി സ്റ്റെപ്പ് ഓഫ് എ റിയാക്ഷൻ. എത്ര മോളിക്യൂൾസ് ആ ഒരു പെർട്ടിക്കുലർ എലിമെന്ററി സ്റ്റെപ്പ് ഓഫ് റിയാക്ഷൻ, ഞാൻ പറഞ്ഞു കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു റിയാക്ഷനിൽ എത്ര മോളിക്യൂൾസ് കൂട്ടിയിടിച്ചു എന്നതാണ് പറയാം. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ വാല്യൂ. അത് നമുക്ക് തിയററ്റിക്കലി പറയുന്ന ഒരു വാല്യൂ ആണ് മോളിക്യൂൾസ്. മോളിക്കുലാരിറ്റി ക്യാൻ either be zero nor fractional. അതിനെ സീറോ ആക്കാനും ഫ്രാക്ഷണൽ ആക്കാനും ഒന്നും പറ്റില്ല. അത് എപ്പോഴും എന്തായിരിക്കണം? ഇന്റീജർ ആയിരിക്കണം, ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. 1, 2, 3 പോലുള്ള ഹോൾ നമ്പർ ആയിരിക്കണം മോളിക്കുലാരിറ്റി. ഇറ്റ് ഈസ് അസൈൻ ഫോർ ഈച്ച് സ്റ്റെപ്പ് ഓഫ് മെക്കാനിസം സെപ്പറേറ്റ്ലി. കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻ എഴുതും നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എലിമെന്ററി റിയാക്ഷൻ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. നമ്മളത് അടുത്തടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഓരോ പെർട്ടിക്കുലർ സ്റ്റെപ്പിൽ എന്തുണ്ടാവണം? മോളിക്കുലാരിറ്റി നമ്മൾ സെപ്പറേറ്റ് ആക്കിയാണ് എഴുതുക, അല്ലാതെ മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒരേ മോളിക്കുലാരിറ്റി അല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ തിയററ്റിക്കലി പഠിച്ച് പേപ്പറും പേനും ഉപയോഗിച്ച് എഴുതുന്നതാണല്ലോ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അതിലിപ്പോ എത്ര പ്രഷർ ആയാലും എത്ര ടെമ്പറേച്ചർ ആയാലും ഇതിൽ എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പം എക്സ്പെരിമെന്റലി ചെയ്യുമ്പോഴാണല്ലോ അതിന് ചുറ്റുമുള്ള ടെമ്പറേച്ചർ, അതിന് ചുറ്റുമുള്ള പ്രഷറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക. മോളിക്കുലാരിറ്റി നമ്മൾ ഭയങ്കര തിയററ്റിക്കൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല? അവിടെ ഈ പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഒന്നും ഈ മോളിക്കുലാരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ചോദിക്കും ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി 3 ആണ്,
അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഇത്ര കൂട്ടിയാൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു ഓപ്ഷൻ എന്തായാലും എന്തായിരിക്കും, ഒന്നുകിൽ നോ ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷെ ബാക്കി 3 ഓപ്ഷൻ എന്തായിരിക്കും, ഡബിൾ, ട്രിപ്പിൾ, ക്വാഡ്രപ്പിൾ എന്നൊക്കെ ആയിരിക്കും. അതൊന്നും കയറി എഴുതരുത്. മോളിക്കുലാരിറ്റി എപ്പോഴും ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഒന്നും കൂടെ പറയും, മോളിക്കുലാരിറ്റി ഇസ് ദ നമ്പർ ഓഫ് ദ മോളിക്യൂൾസ് ആണ്, തിയറട്ടിക്കൽ വാല്യൂ ആണ്, നെയ്തർ ബി സീറോ നോർ ഫ്രാക്ഷണൽ ആണ്, ഹോൾ നമ്പർ ആയിരിക്കണം, അസൈൻ ഇൻ ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദ മെക്കാനിസം ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ്. മോളിക്കുലാരിറ്റി വൃത്തിക്ക് മനസ്സിലായല്ലോ, ഓക്കെ ആയല്ലോ. അടുത്തത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നേരത്തെ നമ്മുടെ എക്സും നേരത്തെ നമ്മുടെ വൈയും തമ്മിൽ പ്ലസ് ചെയ്ത് എഴുതുന്ന സാധനമാണ് ഓർഡർ. അത്രയേ ഉള്ളൂ. സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദ റിയാക്ടൻസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, കണ്ട് പേടിക്കുകയോ ഞെട്ടുകയോ അല്ലെ അതുപോലെ കാണാതെ പഠിച്ചുകൊണ്ട് CUET എക്സാമിന് പോകേണ്ട യാതൊരു കാര്യവുമില്ല. അവർ തരുമ്പോൾ നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ലേ, സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ, ശരിയാ, എക്സും വൈയും ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ, അവർ തന്നിട്ടുള്ള റേറ്റ് എക്സ്പ്രഷൻ. അതാണ് ഈ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഇത് എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്, ഇത് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്ക് നേരത്തെ അറിയില്ല, അല്ലെ നമ്മളൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് അറിയാൻ ഒക്കില്ല ഇതില് ഏത് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് എക്സ്പെരിമെന്റലി ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഇതൊരു പക്ഷെ സീറോ ആവാം, ഫ്രാക്ഷൻ ആവാം, എന്തും ആവാം. ഇത് ഇൻറ്റീജർ അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു ഹോൾ നമ്പർ ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. ഇതിന് ഏത് നമ്പർ വേണോ എടുക്കാം, നെഗറ്റീവ് വേണമെങ്കിൽ ആവാം. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ റിയാക്ഷന്റെ ഓവറോൾ ആണ്. നമ്മളൊരു പാത്രത്തിൽ ഒരു റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ അത് ഹോൾ റിയാക്ഷന്റെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിൽ ആദ്യം നടന്ന സ്റ്റെപ്പിന്റെ ഇത്ര, രണ്ടാമത് നടന്ന സ്റ്റെപ്പിന്റെ ഇത്ര, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഓവറോൾ എന്തായിരിക്കും, ടോട്ടൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഓവറോളിന് സെയിം ആയിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. സ്വാഭാവികമായിട്ട് നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്, അപ്പൊ അതിന് ചുറ്റുമുള്ള ടെമ്പറേച്ചറിന്റെ പ്രഷർ ഇത് എന്ത് ചെയ്യും, ഈ ഓർഡർ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. തിയറി നമുക്ക് പേനയും പേപ്പറും വെച്ച് നമ്മളൊരു കെമിക്കൽ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുകയാണ്. അതിന് ചുറ്റുമുള്ള ടെമ്പറേച്ചറിന്റെ പ്രഷറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ചെയ്യോ? ഒരിക്കലും ഇല്ല. അതേസമയം ഓർഡർ ഓഫ് ദ റിയാക്ഷൻ അത് ചെയ്ത് നോക്കുവാണ്, അത് എക്സ്പെരിമെന്റലി ചെയ്യുക. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള പ്രഷർ, അതിന് ചുറ്റുമുള്ള ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഒന്നുകൂടെ ഓർഡർ നോക്കൂ. സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദ റിയാക്ടൻസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ എക്കും ബിക്കും ഉണ്ടായിരുന്ന ഒരു എക്സും വൈയും അല്ലേ, തലയുടെ മുകളിൽ ഇരുന്ന പവറില്ലേ എക്സും വൈയും, അവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇത് എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നതാണ്. ഇത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആവാം, സീറോ ആവാം, ഫ്രാക്ഷൻ ആവാം, എന്തും ആവാം. ഇത് ഒറ്റയടിക്ക് ഒരു പാത്രത്തിൽ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ അകത്ത് ഓരോ സ്റ്റെപ്പിൻ്റെതും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓവറോൾ റിയാക്ഷൻ്റെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഡിപ്പെൻസ് അപ്പോൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ചുറ്റിനുമുള്ള പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഇത് എന്ത് ചെയ്യുക തന്നെ ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ഒന്നും കൂടെ നോക്കിയേ, നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അത് എന്താന്ന് പറഞ്ഞു, റേറ്റ് റിയാക്ഷനും റേറ്റ് ലോയും പറഞ്ഞു. നോക്കൂ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സാധനം എന്താണ്, ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റീനിയസ് റേറ്റ്. വേർ ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് അപ്പിയറൻസ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിസപ്പിയറൻസ് ഓഫ് ദ റിയാക്ടൻസ്. ഇത് രണ്ട് സെയിം ആണെന്ന് പഠിച്ചു. ഒരു പീരീഡ് ഓഫ് ടൈം ഇന്റർവെല്ലിലാണ് ആവറേജ്. ഇനി ഒരു പെർട്ടിക്കുലർ മൂമെന്റ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ തരുകയാണെങ്കിൽ അത് ഇൻസ്റ്റന്റീനിയസ്. ഇതിലെ 4 സാധനങ്ങൾ ഉറപ്പാണല്ലോ, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ. ഇനി ഗ്യാസ് ആണെങ്കിൽ എന്തായിരിക്കും, പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ. ഇതൊക്കെ എഴുതി ഉറപ്പ് വരുത്തുക, 4 ഓപ്ഷൻ ഉള്ള സാധനങ്ങളാണ്. അടുത്തത് റേറ്റ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. റേറ്റ് റിയാക്ഷൻ ഒറ്റയടിക്ക് പഠിച്ചു വെക്കേണ്ട ഒരു സാധനം എന്താണ്, ആവറേജ് ആണെങ്കിൽ ഡെൽറ്റ, ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ ഡി. അപ്പം ഇതെന്തായിരിക്കും, ഡെൽറ്റ ടി, ഇത് ഡി ടി. ഇത് രണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ, ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ എപ്പോഴും ഈക്വൽ ആണ്. അതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ, ഡെൽറ്റ ടി ഡി ടി, ഇത് രണ്ടും ഈക്വൽ ആണ്. കണ്ടല്ലോ, ഇത് പ്ലസ് മൈനസ് ഒന്നും എഴുതി വെക്കരുത്. എത്ര റിയാക്ടൻസും എത്ര പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും എല്ലാം ഈക്വൽ ടു ആണ്. പ്ലസ് മൈനസും ഒക്കെ ആകെ വരുന്നത് എവിടെയാണ്, മൈനസ് റിയാക്ടൻസിലും പ്ലസ് പ്രൊഡക്ട്സിലും. സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നമ്പറും, അതല്ലാതെ എല്ലാം ഇടയ്ക്ക് എന്തേ വരുള്ളൂ, ഈക്വൽ ടു സൈൻ മാത്രമേ വരത്തുള്ളൂ. അടുത്ത യൂണിറ്റ് ഞാൻ പറഞ്ഞു, പഠിച്ചുകൊണ്ട് പോകരുത്. എന്താണ്, എളുപ്പമല്ലേ, കോൺസെൻട്രേഷൻ ബൈ ടൈം. അതിനെയും എന്താണ്, കോൺസെൻട്രേഷൻ മോൾസ് പെർ ലിറ്റർ ആണെന്നും ടൈം സെക്കൻഡ് ആണെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്, ഇതാണ് യൂണിറ്റ് ഓഫ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആയിട്ട് നമ്മൾ കൂട്ടുക. അടുത്ത ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെയും സെയിം ആണ്. ഇത് ആ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഗ്രാഫ് ആണ്. ഇതെന്താണ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഇവിടെ നോക്കി, എങ്ങാനും ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ
ഇതെന്തായാലും ഇടയ്ക്കൊന്നും ചോദിക്കില്ല. ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ തന്നെ ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ എന്തായിരിക്കും 0.05 ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ ഈ കറക്റ്റ് 0.02 ഇല്ല 600 എത്രയാന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? 0.02 എന്താണ്? കണ്ടോ, ഡിഫറൻസ് ആണ്, മോളാർ കോൺസെൻട്രേഷനിലെ വ്യത്യാസമാണ്, ചേഞ്ച് ഇൻ ദ മോളാർ കോൺസെൻട്രേഷൻ. ഇതെന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ തന്നെ ഈ ചേഞ്ച് ഇൻ ദ മോളാർ കോൺസെൻട്രേഷൻ ഇവിടെയും കിട്ടി, dt ഇവിടെയും കിട്ടി. ഇത് വെച്ച് എന്ത് എഴുതണം? റിയാക്ടൻസിന്റെ പ്രോഡക്ട്സിന്റെ ഇവിടെ നിന്ന് കിട്ടും, സെക്കൻഡ്സ് ഇവിടെ നിന്ന് കിട്ടും, ഡിവൈഡ് ചെയ്ത് എഴുതുക. അതാണ് ഈ പെർട്ടിക്കുലർ ഗ്രാഫിൽ ഇവർ ഉദ്ദേശിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അറ്റ് 600 സെക്കൻഡ്സ്. ഇങ്ങനെയായിരിക്കും ചോദിക്കുക. പറഞ്ഞ പോലെ NCERT ടെക്സ്റ്റ് ബുക്സ് രണ്ടുമൂന്നാണ് വായിക്കുക. അതിലെ ക്വസ്റ്റ്യൻസ്, അതിലെ ഫോർമുലാസ്, അതിലെ ഓരോ ലൈനും, അതിലൊരു ലൈനാണ് ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ഈ ലൈൻ. കണ്ടോ, 4 ഓപ്ഷൻസ് വരെ അതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് രണ്ടുമൂന്നെണ്ണം വായിക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക, MCQs കിട്ടുന്നിടത്തു നിന്നൊക്കെ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ MCQs ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്ത് നമ്മൾ ചെന്നിരിക്കും. നമുക്കത് ആൻസർ അറിയില്ലെങ്കിൽ പോലും അതിലെ 2-3 ഇപ്പം ഇതല്ല നമുക്ക് 3 അതിലല്ല എന്ന് ഉറപ്പാണെങ്കിൽ 4-മത്തെ ആയിരിക്കുമല്ലോ അതിൽ ഉത്തരം. അതിൽ 4-മത്തെ ഉത്തരമാണെന്ന് ഒരു പക്ഷെ അറിയാതെ പോയാൽ പോലും ബാക്കി 3 അല്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ 4-മത്തെ നമുക്ക് കറക്റ്റ് ആക്കി എഴുതാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടിയാലും എഴുതുക. കാണാതെ പഠിച്ചുകൊണ്ട് ഒരിക്കലും പോകരുത്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. അടുത്ത ഈ 3 ക്വസ്റ്റ്യൻസ്, ഈ ഒരു പെർട്ടിക്കുലർ പേജിൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കിക്കേ, He പ്ലസ് ക്ലോറിൻ്റെതുണ്ട്, HI പ്ലസ് അയഡിന്റെ HIയുടെ ഉണ്ട്, അതായത് ഹൈഡ്രജൻ അയഡിന്റെ ഉണ്ട്, ഇവിടെ പിന്നെ ബ്രോമിൻ്റെതുണ്ട്. 3 ക്വസ്റ്റ്യൻസ് ഒരു പേജിൽ തന്നെ NCERT നിന്ന് കിട്ടി. കണ്ടോ, ഇവർക്ക് ഇനി വേറെ ക്വസ്റ്റ്യൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അതേ ബുക്കിൽ തന്നെ 3 ക്വസ്റ്റ്യൻ കിടക്കുന്നു. ഇതിന്റെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ചോദിച്ചാൽ എഴുതാനും അതേ ഇതിലുണ്ട്. കണ്ടോ, ഇവിടെ ഓപ്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒന്ന് രണ്ട് ഓപ്ഷൻസിന്റെ ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഇല്ലാത്ത റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആയിരിക്കും. ഒന്ന് ഈ മൈനസും പ്ലസും തിരിച്ചും മറിച്ചൊക്കെ ഉണ്ടാവും. രണ്ട് ഈ സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് തെറ്റിച്ചിടും. എന്ന് വെച്ചാൽ ഈ LHSന്റെ എല്ലാ RHSലും, അതായത് ഈ ലെഫ്റ്റ് കിടക്കുന്ന സാധനങ്ങളിലെല്ലാം ഇപ്പുറത്തുണ്ടാവും, റൈറ്റ് കിടക്കുന്ന ഈ ക്വസ്റ്റ്യൻ അല്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ എവിടെ നമ്മൾ ഇതെടുക്കുന്നു, ഈ 2 H2ലും I2ലും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ അപ്പുറത്തുള്ളത് ഇപ്പുറത്തും ഇപ്പുറത്തുള്ളത് അപ്പുറത്തും ഒക്കെ ഇട്ട് തരും. പിന്നെ ഈ റിയാക്ടൻസ് അപ്പുറത്തായിരിക്കും, പ്രോഡക്ട്സ് ഇപ്പുറത്തായിരിക്കും. അങ്ങനെ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞ ഓപ്ഷൻസ് നോക്കരുത്. നിങ്ങൾ ഇപ്പുറത്ത് എന്ത് ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ എഴുതുക. തന്നെ എഴുതിയിട്ട് അതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ ഉള്ളത് ടിക്ക് ചെയ്യുക. അല്ലാതെ ഓപ്ഷനിൽ നിന്നും ആൻസറിലേക്ക് പോകരുത്, ആൻസറിൽ നിന്നും ഓപ്ഷനിലേക്കേ പോകാവൂ. ഇത് റേറ്റ് ലോന്റെ ഡെഫിനിഷൻ ആണ്. ഇത്ര വലിയ ഡെഫിനിഷൻ ഒന്നും പഠിച്ചുകൊണ്ട് പോകണ്ട, ഇതൊന്നും ചോദിക്കില്ല. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്? റേറ്റ് ഇക്വേഷൻ, റേറ്റ് എക്സ്പ്രഷൻ, റേറ്റ് ലോ, ഇത് മൂന്നും തമ്മിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ റേറ്റ് ലോ എന്നായിരിക്കില്ല അവർ പറയുക, റേറ്റ് ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ ആയിരിക്കും അവർ പറയുക. റേറ്റ് കോൺസ്റ്റന്റ് മനസ്സിലായല്ലോ. എന്താണ് റേറ്റ് കോൺസ്റ്റന്റ്? ഈ K, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് K. അത് എഴുതാൻ അറിയാലോ, മൈനസ് dr/dt, where R is the molar concentration of the reactants, is equal to K. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എഴുതി, എയും ബിയും എഴുതി, അതിന് രണ്ട് തലക്കിലും എന്തുണ്ട്? എക്സും വൈയും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പഠിച്ചിട്ട് പോവാം. എക്സും വൈയും എന്താണ്? പ്ലസ് ചെയ്ത ഓർഡർ കിട്ടും. മോളിക്കുലാരിറ്റി എന്താണ്? എത്ര മോളിക്യൂൾസ് ആ റിയാക്ട് ചെയ്തു, റിയാക്ടിങ് സ്പീഷീസിന്റെ എണ്ണം. അതാണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇനി അതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. കാരണം ഇതിന് അവർക്ക് എന്ത് വേണോ ചോദിക്കാം. എന്നിന് എത്ര വാല്യൂ വേണോ ഇടാം, എത്ര നമ്പർ വേണോ ചോദിക്കാം, തിരിച്ചും മറിച്ചും തിളങ്ങിയ വിലങ്ങിയും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഇതും കാണാതെ പഠിക്കരുത്. കോൺസെൻട്രേഷൻ ബൈ ടൈം ഇൻറ്റു 1 by concentration raised to n, where n is the order of the reaction, x plus y gives n. അതുകൊണ്ട് കണ്ടോ, ഓർഡർ 0, 1, 2 നിർത്തരുത്. 3, 4, 5 ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇപ്പുറത്തൊരു ഉത്തരം കിട്ടും. അതുപോലെ ഈ 3 ഒന്ന് ഓർത്തിരിക്കുക. അതായത് അപ്പൊ പോയി ചെയ്ത് MCQൽ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കേണ്ടതുകൊണ്ട്. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ 2-3 വായിക്കും മനസ്സിലാവില്ലേ. S⁻⁻1 ഫസ്റ്റ് ഓർഡറിൽ വന്നു, മോളിൽ ഒന്നും ഇല്ലാത്തത് 0 ആണ്, മോൾ (-1) ഉള്ളത് സെക്കൻഡ് ഓർഡർ ആണ്. ബാക്കി രണ്ടും സെയിം ആണ്. ലിറ്ററും മോൾസിൽ മാത്രം എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തലയിൽ നിൽക്കുന്ന പോലെ പഠിച്ചുകൊണ്ട് പോവുക. നമുക്ക് ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്യാം. കാരണം ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അപ്പൊ ടിക്ക് ചെയ്ത് പോയാൽ പിന്നീട് വരുന്ന ന്യൂമറിക്കൽസ്, ഇച്ചിരി കൂടെ കോൺസെപ്റ്റ്സ് ഉള്ളത്, അസേർഷൻ റീസണിങ് പോലുള്ള ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ അവിടെ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ടൈം കിട്ടും. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇതിലും തിയറിറ്റിക്കൽ വാല്യൂ, എക്സ്പെരിമെന്റൽ വാല്യൂ, പിന്നെ 1, 2, 3 ആവാം, പിന്നെ ഇൻഡിപെൻഡൻസ്, ഡിപെൻഡൻസ്, ഇതൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യത. അല്ലാതെ ഈ ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. താഴോട്ടുള്ളത് ഇത് ഓർത്തിരിക്കുക. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മോളിക്യൂൾസ് പേനയും പേപ്പറും കൊണ്ട് എഴുതുന്നതാണ്. അതുകൊണ്ട് അത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ്. അത് എപ്പോഴും 1, 2, 3, 4 ആയിരിക്കണം. മോളിക്യൂൾസ് അര മോളിക്യൂൾ വന്ന് ഇടിച്ചു, 3/4 മോളിക്യൂൾ വന്ന് ഇടിച്ചു എന്നൊന്നും നമ്മൾ പറയില്ല. 1, 2, 3 തന്നെ എടുത്തു പറയുള്ളൂ. അതുകൊണ്ട് മോളിക്യൂൾസ് എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം.
ഓർഡർ അതേസമയം ഒരു റിയാക്ഷൻ മൊത്തത്തിൽ നോക്കിയിട്ട് എടുക്കുന്നതാണ്, ഓവറോൾ ആണ്. അതുകൊണ്ട് 0 ആവാം, ഫ്രാക്ഷൻ ആവാം, ഇൻഡീസർ ആവാം, നെഗറ്റീവ് ആവാം, അറിയില്ല. ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എന്ത് കാണിക്കുന്നു നമ്മൾ അതുപോലെ എടുക്കുകയാണ്. അത് 1 2 3 ഒന്നും ആവണം എന്നില്ല. സം ആണ്, എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്, അതുകൊണ്ട് തന്നെ ഡിപ്പെൻസ് ഓൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അടുത്തതേ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനോടൊപ്പം നോട്ട്സിന്റെ കൂടെ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അത് ഇന്ന് തന്നെ ഇത് പഠിച്ചതിന് ശേഷം നോട്ട്സ് വായിക്കുക. നോട്ട്സിൽ ഞാൻ വളരെ ഭയങ്കര ക്രിസ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോർമുലാസ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ നോട്ട് എഴുതുക. എന്തെങ്കിലും ഇക്വേഷൻ റെഫർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ആ നോട്ടിൽ നിന്ന് പഠിക്കുക, അല്ലാതെ സ്വന്തം നോട്ടുകളിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫ്രം ബേസിക് ലെവൽ, ബേസിക്, അഡ്വാൻസ് ലെവൽ, അസേർഷൻ, റീസണിങ്, ന്യൂമറിക്കൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ ഉത്തരങ്ങൾ തന്നെ ചെയ്യുക, എങ്ങൊന്നും കണ്ടുപിടിക്കാതെ തന്നെ ചെയ്ത് ഉത്തരങ്ങൾ കറക്റ്റ് ആക്കുക. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാണാതെ പഠിച്ചുകൊണ്ട് പോയി എഴുതാൻ പറ്റത്തില്ല CUET. അടുത്ത റേറ്റ് ലോ ഓഫ് ദ റിയാക്ഷൻ ഇസ് ഗിവൺ ബൈ, നോക്കൂ, റേറ്റ് ഇതെന്താ, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K. എ ബി, എക്ക് തലയിൽ ആരുണ്ട്, 2 ഉണ്ട്, വിച്ച് ഇസ് എക്സ്. ബിയുടെ തലയിൽ ആരുമില്ല, അപ്പൊ അതെന്താണ്, 0 ആണ്. ആരും ഇല്ലെങ്കിൽ 0 ആണെന്നാണ് അർത്ഥം. അപ്പം വാട്ട് ഈസ് ദ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? 2 + 0 എന്തായി, 2. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 2. അയ്യോ സോറി, ഇത് ബി ആണ്. ഇതിലെ റേറ്റ് കോൺസ്റ്റന്റ് ക്വസ്റ്റ്യനിൽ, അതായത് റേറ്റ് കോൺസ്റ്റന്റ് A⁻²നൊപ്പം തന്നെ B⁻0 എന്ന് എടുത്തു തരുമ്പോഴാണ് 0 ആവുക. അതല്ലാതെ വരികയാണെങ്കിൽ അത് എപ്പോഴും 1 ആണ്. B⁻1 ആയിട്ട് തന്നെ നമ്മൾ എടുക്കത്തുള്ളൂ. അതായത് 0 ആണെങ്കിൽ അവർ 0 എന്ന് എടുത്ത് പറയും, 0 അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 1 ആയിട്ട് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് 2 + 1 എന്ന് കൂട്ടും, A⁻2 B⁻1 എന്നാണ്. അപ്പൊ 2 + 1 3 ആയിരിക്കും ഉത്തരം, 0 ആവും. ഒന്നും കൂടെ എടുത്തു പറയാം, തെറ്റിക്കരുത്. A⁻2 B⁻1 ആണ്. 0 ആണെങ്കിൽ അവർ എടുത്തു തരും, 0 അല്ലെങ്കിൽ അത് 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ 2 + 1 അത് 3 ആണ്. ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ അത് 3 ആവും. മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ, ഇത് 4 പോയിന്റ് അല്ലെ 4 ഓപ്ഷൻ വായിച്ച് നോക്കാതെ എന്താണ് മോളിക്കുലാരിറ്റി? ഒരു റിയാക്ഷനിൽ എത്ര മോളിക്യൂൾസ്, എത്ര റിയാക്ടിങ് സ്പീഷീസ്, അല്ലെ എത്ര ആറ്റം, എത്ര അയോൺ ഇൻവോൾവ് ആയി എന്നതാണ് നമ്മൾ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ കൂട്ടുക. അപ്പൊ ഇനി വേണം ആദ്യം ഉത്തരം വായിക്കുക, എന്നിട്ട് ഓപ്ഷനിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് ദ മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, കറക്റ്റ് അല്ലേ? അതെ, അത് ഉത്തരം കിട്ടി. ഓൾറെഡി സെക്കൻഡിന്റെ A ആണ് നമുക്ക് കിട്ടി, അത് ഓക്കെ ആണ്. ഇനി സം ഓഫ് ദ എക്സ്പോണന്റ് ഇൻ ദ റേറ്റ് ഓഫ് ലോ, അതെന്താണ് സം ഓഫ് ദ എക്സ്പോണന്റ് ഇൻ ദ റേറ്റ് ലോ? അത് ഓർഡർ ആണ്. അപ്പൊ അതല്ലല്ലോ, അത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടൻസ് ഇൻ ദ ബാലൻസ്ഡ് ഇക്വേഷൻ, ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ മോളിക്കുലാരിറ്റി? അല്ല. ദ നമ്പർ ഓഫ് ദ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്, അതാണോ മോളിക്കുലാരിറ്റി? അല്ല. അപ്പൊ ഇതിന് നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടി, ബാക്കി 3 അല്ല നമുക്ക് ഉറപ്പുമായി. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ടായിരുന്നോ സ്ക്രീൻ? നോക്കൂ, മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ റേറ്റ് 4 ആണ്. ദ നമ്പർ ഓഫ് ദ മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ദ റീഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആണ്. ഒറ്റയടിക്ക് നമുക്ക് ഇത് എന്ത് മനസ്സിലായി? ഒറ്റയടിക്കാൻ മനസ്സിലായി. മോളിക്കുലാരിറ്റി ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ നമ്പർ A, ദ നമ്പർ ഓഫ് ദ മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ദ റീഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13, സ്ലൈഡ് 13 അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ 0 ഓർഡർ റിയാക്ഷൻ, നോക്കൂ, 0 ഓർഡർ റിയാക്ഷൻ, അപ്പം N is equal to 1, ദി യൂണിറ്റ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ്. നോക്കൂ എന്തൊക്കെയാ ഇതില്, S⁻1 ഒറ്റയടിക്ക് പറ, ഏതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? പിന്നെ ദേ 2 എണ്ണം, ഇതിൽ L ഇപ്പുറത്ത് വന്നു, മോൾ അപ്പുറത്ത് വന്നു. 2 ഓപ്ഷൻ കണ്ടോ? ഇത് നോക്കൂ, മോൾ L⁻1, സെക്കൻഡ് -1. ഇവിടെ ലിറ്റേഴ്സ് mol⁻1, സെക്കൻഡ് -1. ഇത് ഉറപ്പിച്ച് നോക്കൂ, ഇതിൽ എന്താണ് ഓപ്ഷൻ എന്ന്. ഇതപ്പൊ എന്ത് ചെയ്യണം, 0 ഓർഡർ ആവുമ്പോ N is equal to 0 ഇട്ട് നോക്കുക. N is equal to 0 ഇട്ട് നോക്കിയതിന് ശേഷം ദേ ഈ Nൽ 0 ഇടുക. അപ്പൊ മോൾസ് പെർ ലിറ്റർ ഇത് ഓൾറെഡി വരും, സെക്കൻഡ്സ് മുകളിൽ പോകും. ഇത് വെട്ടിപ്പോയി കഴിയുമ്പോൾ ഇതിനൊരു ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഡയറക്റ്റ് റേറ്റിന്റെ ഇക്വേഷൻ മാത്രമേ അവിടെ വരത്തുള്ളൂ. അതായത് മോൾ L⁻1, സെക്കൻഡ് -1, അതാണ് ഇവിടെ വരുന്നത്. 0 ഓർഡർ റിയാക്ഷൻ മോൾ
L raised to -1, second raised to -1. അപ്പൊ ഓപ്ഷൻ ബി ആണ്. മനസ്സിലായല്ലോ. ഇനി fourth question. For a reaction A plus B, അതെന്താണ് R gives product. The rate equation is found to be rate which is equal to K A. അതായത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എനെ മാത്രം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് റേറ്റിൽ ബി ഇല്ല. അപ്പൊ വാട്ട് വിൽ ഹാപ്പൻ ടു ദ റേറ്റ് ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഡബിൾഡ്? എനെ നമ്മൾ ഡബിൾ ആക്കിയ റേറ്റ് എന്ത് ചെയ്യും? ഡബിൾ ചെയ്യുവേ. അത് ഉറപ്പാണല്ലോ. അതായത് എനെ നമ്മൾ ഹാഫ് ആക്കിയ റേറ്റ് ഹാഫ് ആവും. എനെ നമ്മൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ റേറ്റ് ചേഞ്ച് ആവില്ല. എനെ നമ്മൾ 3 ടൈംസ് കൂട്ടിയ റേറ്റ് 3 ടൈംസ് കൂടും. അങ്ങനെ. അപ്പൊ ഇവിടെ നോക്കൂ, റേറ്റ് ഓഫ് ദ ഇക്വേഷൻ ഇസ് ഫൗണ്ട് ടു ബി റേറ്റ് കെ. ഡയറക്റ്റ് ആണ്, ഇതിൽ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് എ ഡബിൾ ചെയ്ത റേറ്റും ഡബിൾ ആവും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇനി ക്വാഡ്രബിൾ, ഡിക്രീസ്, ഇതൊന്നുമല്ല. ഇത് ഇൻക്രീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ വന്നേനെ. കാരണം അവിടെ ഇൻക്രീസ് എന്നൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഡബിൾ ചെയ്യുന്നത് ഇസ് ബേസിക്കലി ഇൻക്രീസ്ഡ്. അപ്പം അത് ഉറപ്പിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റനിൽ നിന്ന് നിങ്ങൾ സ്വയമേ ഉത്തരം ഉണ്ടാക്കുക, എന്നിട്ട് മാത്രം ഓപ്ഷനിലേക്ക് പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. The rate equation of a reaction is rate K, molar concentration of E raised to 0, molar concentration of B raised to 1. ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്നും വായിക്കാൻ പോകുന്നില്ല. അതിന് മുന്നേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യണം. റേറ്റിന് എ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 0, അതായത് 0 ഓർഡർ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. എയിന് ഇത് 0 ആണ്, 0 ഓർഡർ ആണ്. ബിയുടെ മോളാർ കോൺസെൻട്രേഷൻ റേസ് ടു 1, അപ്പൊ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ആയി. ഇനി ഈ ടോട്ടൽ റേറ്റ് എന്തായിരിക്കും? 0 + 1 1 ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഈ റേറ്റ് ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ആയിട്ട് വരിക. അപ്പൊ ഇതെന്തായി? ടോട്ടൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയി. ഇനി വിച്ച് ഓഫ് ദ, അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ റിയാക്ഷൻ ഇസ് 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി. ബിക്ക് ഇത് 0 ഓർഡർ ആണോ? ബിയുടെ മുകളിൽ ആരുണ്ട്? 1 ഉണ്ട്. ബിക്ക് അത് ആരാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ അത് എന്തല്ല? 0 ഓർഡർ അല്ല. അപ്പൊ അത് തെറ്റാണ്. അടുത്തത്, റിയാക്ഷൻ ഇസ് ഫസ്റ്റ് ഓർഡർ ഓവറോൾ. ഫസ്റ്റ് ഓർഡർ ഓവറോൾ നോക്കിയാൽ കറക്റ്റ് അല്ലേ? നോക്കൂ, എ റേസ് ടു 0, ബി റേസ് ടു 1. അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. 0 + 1 1 ആയി. അപ്പൊ ഈ ബി എന്താണ്? കറക്റ്റ് ആണ്. അടുത്തത് സി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം, ഒന്നിൽ കൂടാതെ ഇരിക്കാം. അപ്പൊ അവസാനത്തെ ക്വസ്റ്റനിൽ എ ആൻഡ് ബി ആർ കറക്റ്റ്, സി ആൻഡ് ഡി ആർ കറക്റ്റ്, അല്ലെങ്കിൽ എ ബി സി ആർ കറക്റ്റ്, ഇങ്ങനെയായിരിക്കും വരിക. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാം വായിച്ചു നോക്കുക. ഉത്തരം ഫസ്റ്റ് എ ആണെന്ന് വിചാരിച്ച് അതിൽ നിർത്തരുത്, ബി ആണെന്ന് വിചാരിച്ച് അതിൽ നിർത്തരുത്. ബാക്കി സിയും ഡിയും ഒക്കെ വായിച്ചു നോക്കണം. അടുത്തത്, ദ റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് എ. ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ നോക്കൂ, ദ റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് എ. കണ്ടോ? ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധനം, ഈ എക്ക് 0 ആണ്, അതായത് എയുടെ മോളാർ കോൺസെൻട്രേഷന് മുകളിലുള്ള ഓർഡർ 0 ആണെന്ന് അർത്ഥം. ഈ റേറ്റ്, ഈ മോളാർ കോൺസെൻട്രേഷനെ എത്ര ചേഞ്ച് ചെയ്താലും ഈ റേറ്റിനെ ഇത് ബാധിക്കില്ല എന്നതാണ്. 0 ആണ്, ഒരിക്കലും ഇതിനെ ബാധിക്കില്ല. 1ഓ 2ഓ 3ഓ കാണിക്കുക മാത്രമേ ഈ റേറ്റ് റിയാക്ഷൻസ് എന്ത് ചെയ്യുള്ളൂ? ബാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഉറപ്പായ കാര്യമാണ്, ഈ റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യില്ല. ഇത് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബി ഡബിൾ ചെയ്താൽ റേറ്റ് ഡബിൾ ആവും, ബി ട്രിപ്പിൾ ചെയ്താൽ റേറ്റ് ട്രിപ്പിൾ ചെയ്യും. അപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തന്നെ കൂട്ടി ബാക്കി ചെയ്താൽ മതി. അപ്പൊ റേറ്റ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് ചോദിച്ചാൽ എന്തല്ല? അതല്ല. കണ്ടോ? അതല്ലെന്ന് ഉറപ്പാണ്. അടുത്തത്, റേറ്റ് കോൺസ്റ്റന്റ് ഹാസ് യൂണിറ്റ് എസ് റേസ് ടു -1. ഇങ്ങനെ ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്തറിയണം? ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് അറിയണം. ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എസ് റേസ് ടു -1 ആണോ റേറ്റ് കോൺസ്റ്റന്റ്? അതെ. അപ്പൊ ഇതിൽ ബിയും ഡിയും കറക്റ്റ് ആയില്ലേ? അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡറിന്റെ ആണെന്ന് പഠിക്കണം. റേറ്റ് കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പെർട്ടിക്കുലർ ടേബിൾ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. കാരണം ഒരിക്കലും ഡയറക്റ്റ് ചോദിക്കില്ല, യൂണിറ്റ്സ് ആയിരിക്കും ഇതിൽ നിന്ന് എടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതാണ് മെജോറിറ്റി കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ്, ഇപ്പൊ ഇത് റേറ്റ് ഇക്വേഷൻ ഓഫ് എ റിയാക്ഷൻ ഹാവിംഗ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് യൂണിറ്റ് എസ് റേസ് ടു -1 എന്ന് ചോദിച്ചാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. എന്നിട്ട് റിയാക്ഷൻ ഇസ് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആണ്. ഓവറോൾ റിയാക്ഷൻ എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു ഇതിലുള്ളത്, ഓർഡർ മോളിക്കുലാരിറ്റി റേറ്റ് കോൺസ്റ്റന്റ്. പറഞ്ഞ പോലെ ഇതിൽ മെയിൻലി ഓർഡർ മോളിക്കുലാരിറ്റി പഠിക്കുക, ഇതിൽ യൂണിറ്റ്സ് നോക്കുക, ഡെഫിനിഷൻസ് ഒന്നും കാണാതിരുന്ന് പഠിക്കണ്ട.
കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കുക. ബാക്കി പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഇതിന്റെ ബാക്കിയായിരിക്കും റേറ്റ് ലോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇൻസ്റ്റന്റേനിയസ് ഇക്വേഷൻ അങ്ങനെയുള്ളതൊക്കെയാണ്. അതിനുശേഷം തേർഡ് പാർട്ടിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് വിച്ച് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫോർത്ത് പാർട്ടിൽ കൊളിഷൻ തിയറിയും പിന്നീട് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഇന്ന് ഈ റെക്കോർഡിംഗ് കണ്ടതിന് ശേഷം ഉടനെ നോട്ട് വായിക്കുക, അതിൽ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. അതിനുശേഷം ഇക്വേഷൻസ് പഠിക്കാനൊന്നുമില്ല, ഇന്ന് ഡിസ്കസ് ചെയ്തതും യൂണിറ്റ്സും മാത്രമേ ഉള്ളൂ. അതിനുശേഷം ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ സോൾവ് ചെയ്യുക. പിന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻസും മാക്സിമം സോൾവ് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക. അത് അത്രയാണ് നമ്മളൊരു പെർട്ടിക്കുലർ യൂണിറ്റിലെ PPT കഴിഞ്ഞ് ചെയ്യാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയാണ് ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തത്.